ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഈ ആഴ്ച പുറത്താകുന്ന കണ്ടസ്റ്റന്റ് ആരായിരിക്കും? വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ പുറത്താകാൻ സാധ്യതയുള്ളത് 2 പേരാണ്. ഒന്ന് നോറ, മറ്റൊന്ന് സുരേഷ്. ഇവരിൽ 2 പേര് ആര് പുറത്താവും? ഈ ആഴ്ച ഒരു എവിക്ഷൻ ഉണ്ടാവുമോ എന്നറിയില്ല, കാരണം ഫസ്റ്റ് വീക്ക് ആണ്. കണ്ടസ്റ്റൻസിന് ഒരു ബ്രീതിങ് സ്പേസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ചിലപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഇരുത്തിയേക്കാം. അങ്ങനെ നടക്കാൻ ഒരു 60% മുകളിൽ ഞാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം കണ്ടന്റ് പെരുമഴയായിരുന്നു ഈ ഒരു ആഴ്ച. കണ്ടന്റുകളാണ് ബിഗ് ബോസിന് വേണ്ടത്. അതുകൊണ്ട് ആരെയും പുറത്താക്കാതിരുന്നാൽ അത്രയും നല്ലതാണ് അവർക്ക്. പിന്നെ ഇന്ന് ലാലേട്ടൻ എപ്പിസോഡാണ്, വീക്കെൻഡ് എപ്പിസോഡാണ്. ശരിക്കും ആകാംക്ഷയുണ്ട് ആരെയൊക്കെ ലാലേട്ടൻ വന്ന് ഗ്രില്ല് ചെയ്ത് പൊരിക്കും എന്ന് കാണാൻ. കാരണം അത്രയധികം പ്രശ്നങ്ങളാണ് ഫസ്റ്റ് വീക്കിൽ തന്നെ ഹൗസിൽ നടന്നത്. ഇന്നലെ ബിഗ് ബോസിന് വരെ നിലവിട്ട് വയലന്റ് ആവേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഇരിയിടാന്നൊക്കെ പറഞ്ഞു. അത് ലൈവിൽ കണ്ടോണ്ടിരുന്നവർക്കറിയാം, തരിച്ചു പോയി. എമ്മാതിരി അലമ്പാണ് ഒരൊറ്റ ദിവസം കൊണ്ട് അവിടെ. അതുകൊണ്ടൊക്കെ തന്നെ ലാലേട്ടന് ചർച്ച ചെയ്യാനും ഒരുപാട് വിഷയങ്ങളുണ്ട്. കലിപ്പിക്കാനും വാർണിംഗ് കൊടുക്കാനും ഒരുപാട് പേരുണ്ട് അവിടെ. കറക്റ്റായിട്ട് കൊടുക്കേണ്ടവർക്കെല്ലാം കിട്ടേണ്ട രീതിയിൽ ലാലേട്ടൻ കൊടുത്താൽ അത്രയും സന്തോഷം. ഒരിക്കലും കമലോ സൽമാനോ ചെയ്യുന്ന പോലെ ഒന്നും പറ്റില്ല എങ്കിൽ നല്ല രീതിയിൽ വാർണിംഗ് കൊടുക്കണമെന്നാണ് എന്റെ ഒരു ഇത്. ലൈറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് രതീഷിന് നല്ല വാർണിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം രതീഷാണ് ഏറ്റവും അധികം വെറുപ്പിച്ചിട്ടുള്ളത്, അവിടെ ഉള്ളവരെയും പുറത്തുള്ളവരെയും എല്ലാം. പിന്നെ ജിൻഡോ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞൊരു വാർണിംഗ് കൊടുക്കണം ലാലേട്ടൻ തന്നെ. ഇനി ഒരു വാർണിംഗ് കൊടുക്കേണ്ടതായിട്ടുള്ള സിജോയ്ക്കാണ്. ബുള്ളിങ് ആണ് സിജോ ചെയ്തുകൊണ്ടിരുന്നത് ജിൻഡോ ഇന്നലെ രാവിലെ. അത് ക്ലിയർ ആയിട്ട് എടുത്തു പറഞ്ഞ് സിജോയുടെ ആ ഒരു ഓവർ കോൺഫിഡൻസിനെ തകർക്കേണ്ടതായിട്ടുണ്ട്. അത് സിജോയുടെ ഗെയിമിന് ഗുണമേ ചെയ്യും. ഇതേപോലെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് കേസുകളുണ്ട്. സുരേഷിന്റെ ആ ഒരു ഗേ സംഭവം, പിന്നെ റോക്കി തെറി പറഞ്ഞത്, പിന്നെ ജാസ്മിൻ റോക്കി സംഭവം, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതലായിരിക്കുമല്ലോ ബിഗ് ബോസ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ എടുത്തു പറഞ്ഞതിനേക്കാൾ കൂടുതൽ സംഭവങ്ങൾ ലാലേട്ടന് പറയാനുണ്ടാവും. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയണം, പറയാതെ പോകരുത് എന്നുള്ള ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ.